പുതുമകളോടെ നിരവധി ഹാസ്യാനുകരണങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളവരാണ് കോമഡി കസിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈജു ബാബു. ഇവിടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും എന്തൊക്കെയോ പുതുമകളുമായാണ് അവർ നമ്മെ വിസ്മയിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെ സാർ, അതെ 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 സാറേ, ഇന്റർവ്യൂ നടത്തി, 2 ഇന്റർവ്യൂ എടുത്ത്, പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച ഒരാളെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കാറുന്നത്. ഇന്നുണ്ട്, ഉണ്ട് സാർ, ഇന്നുണ്ട് ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ ഞാൻ വിളിച്ചോളാം, കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. എൻ്റെ ദൈവം, ഇന്ന് ഈ ഇന്റർവ്യൂ നടന്ന ഒരു പുതുമുഖത്തിന് കിട്ടില്ലെങ്കിൽ പ്രൊജക്റ്റ് എന്നെ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യത്തിന് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഏത് നേരം നോക്കിയാലും എടോ ഇയാള് എടോ മമ്മൂട്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞേ. എന്തോ മമ്മൂട്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞത് വേമ്പറ. മമ്മൂട്ടിയുടെ 9847 പിന്നെ 3 ആണോ 5 ആണോ എന്നൊരു സംശയം. മോഹൻലാൽ നമ്പർ എന്ന് പറഞ്ഞു. മോഹൻലാലിന്റെ 944 കൺഫ്യൂഷൻ ആണ് സാർ. അത് ആ നമ്പർ മറന്നുപോയി. സുരേഷ് ഗോപി നമ്പർ. സുരേഷ് ഗോപി 932 6 ആണോ 7 ആണോ എന്നൊരു സംശയം. അത് പഴയ നമ്പർ മാറിയെന്നാ പറഞ്ഞത് സാർ. ജയറാമിന്റെ അറിയാമോ? ജയറാമിന്റെ 934 8 അറിയാമല്ലോ സാർ. ബാക്കി അത് മറന്നുപോയി സാർ. തത്തമംഗലം ഗീത നമ്പർ എന്ന് പറഞ്ഞു. ആരുടെ? തത്തമംഗലം ഗീത. 9846089041. പറവൂർ ശാന്ത 9847022211. കഴിഞ്ഞ പിന്നെ അവളുടെ അനിയത്ര 9725535. കൊല്ലും ഞാൻ. അത്യാവശ്യമുള്ള ഒരു നമ്പറും ബൈഹാട്ടല്ല, കണ്ട കൂതറ സാധനങ്ങളൊക്കെ നമ്പർ ബൈഹാട്ടായി വെച്ചിരിക്കുന്ന അയാൾ. ഇവിടെ പ്രൊഡ്യൂസർ ആണ് ഇപ്പൊ വിളിച്ചത്. ഇന്നൊരു പുതുമുഖത്തെ കണ്ടെത്തിയില്ലെങ്കിൽ ഈ പ്രൊജക്ട് തന്നെ ക്യാൻസൽ ആക്കുമെന്ന് പറഞ്ഞത്. അത് ശരി. എന്ത് ചെയ്യും? കയ്യെത്തും ദൂരത്ത് കണ്ണെത്തണം, കയ്യെത്തും ദൂരത്ത് മനുഷ്യന്റെ തലക്ക് ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കാൻ പാട്ടുപാടി കളിക്കണം. പാട്ടുപാടി കളിച്ചതല്ല, കഴിവുള്ള കലാകാരന്മാര് സാറിന്റെ കൈയുടെ വട്ടത്ത് തന്നെ നിൽപ്പണെന്ന് പറഞ്ഞു. എന്താ കഴിവുള്ള കലാകാരന്മാരെ സാർ കണ്ടുപിടിക്കാത്തത്? സാറിന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ നിൽപ്പണ്ടവര്. കൈ എത്തിക്കണോ? കൈയെത്തിക്ക്. ആ കൈയല്ല, ഈ കൈ എത്തിച്ച്. കൊട്ടി ഞാൻ കൊട്ടു. ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു നമ്പർ, ഒരു കലാവാസന, എന്തെങ്കിലും ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു മിമിക്രി, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം നിനക്ക് അറിയാമെങ്കിൽ എത്ര സിനിമയിൽ ഞാൻ നിന്നെ കയറ്റിവിട്ടാണ്. എന്റെ സാറേ, അത് ആദ്യം ചോദിക്കണ്ടേ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ്, എനിക്കറിയാൻ പാടില്ലേ? ഈ മിമിക്രി ആർട്ടിസ്റ്റ് നീ എന്നോട് പറയാതെ എന്നോട് സാർ കണ്ടോ? ശരി, അപ്പൊ സാറിന് വിശ്വാസമില്ലേ? നീ മിമിക്രി കാണിക്കോ? മിമിക്രി കാണിക്കും. ഇപ്പൊ കാണിക്കോ? പിന്നെ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ നല്ല സംഭവം ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് അവസരം തരൂല്ലേ? പിടിച്ചോ. ഒരു ട്രെയിനിന്റെ ശബ്ദം എടുക്കാം. ഒരു ട്രെയിനിന്റെ ശബ്ദം. ട്രെയിൻ കുഴപ്പമില്ല, കുറെ പേര് എടുത്താണ്ട് നല്ല രീതിയിൽ എടുത്താൽ ഓക്കെ. പ്രിയമുള്ളവരെ, ഒരു ട്രെയിനിന്റെ ശബ്ദമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെട്ട ശ്രീ ട്രെയിൻ. ശ്രീ ട്രെയിനാ? എടാ എങ്ങനെയുണ്ട് ട്രെയിൻ? ഓക്കെ. ഇനി വല്ല വെറൈറ്റി അറിയാം? പിന്നെ ഇനി ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സാർ, ഈ ട്രെയിൻ തന്നെ ഒരു ഗുഹയിലൂടെ അകത്ത് കൂടി പോകുന്നു. ട്രെയിൻ ഗുഹയുടെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഒരു ശബ്ദം. ഒരു വെറൈറ്റിയാണ്. ട്രെയിൻ ഗുഹയുടെ ഉള്ളിൽ കൂടി പോകുന്നു. പ്രിയമുള്ളവരെ, അടുത്തായി ഈ നേരത്തെ പറഞ്ഞ ശ്രീ ട്രെയിൻ ഒരു ഗുഹയുടെ അകത്തൂടി പോകുന്നു. ഓക്കെ. ഗുഹ 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 ഗുഹ. ഈ ഗുഹ ഗുഹ എന്ന് പറഞ്ഞ എന്താണ്? അല്ല, എടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞെങ്കിലും കേൾപ്പിക്കാലെന്ന് വെച്ചാൽ. ഓക്കെ ട്രെയിൻ ഓക്കെ. ഇനി വേറെ വല്ല വെറൈറ്റി ചെയ്യാം? ഇനി പറഞ്ഞ ഈ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടിയ സാധനമുണ്ട്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത് അത് കേൾക്കട്ടെ. ഈ ട്രെയിൻ ഇരുമ്പ് പാലത്തിലൂടെ പോകുന്നു. ട്രെയിൻ ഇരുമ്പ് പാലത്തിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം. അത് കേൾക്കട്ടെ. ഈ ട്രെയിൻ ശ്രീ ട്രെയിൻ ഇരുമ്പ് പാലത്തിലൂടെ കൂടി ഇരുമ്പ് നീ ഗുഹയെ കൂടി പോയപ്പോ ഗുഹയെന്ന് പറഞ്ഞു, ഇരുമ്പ് പാലത്തിൽ പോയപ്പോ ഇരുമ്പെന്ന് പറഞ്ഞു. അത് വേണ്ട, ശരിയാവില്ല. നീ ഒരു പണി ചെയ്താൽ മതി, ഒരു സിനിമ നടന്റെ ശബ്ദം എടുത്താൽ മതി. സിനിമ നടന്റെ? നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നടന്റെ. നേരത്തെ പറയണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള നടൻ. അതെ. ഒരൊറ്റ ഉമ്മൻ തരാനല്ല, ഉമ്മർ. KP ഉമ്മർ. എടാ, മലയാള സിനിമയിൽ എത്ര സൂപ്പർ സ്റ്റാർ, നീ KP ഉമ്മർ തന്നെ കയറി പിടിച്ച എന്താ കാര്യം? പുള്ളി നമ്മുടെ ആളാണല്ലോ, മറ്റേ ആളാണല്ലോ. ഏതിന്റെ? സംഘത്തിന്റെ ആളാണ്, ബലാൽ സംഘം. ഓക്കെ, ഉമ്മർ, KP ഉമ്മർ. ഞാനൊരു വികാര ജീവിയാണ്, എനിക്ക് വികാരം കൂട്ടിട്ട് നിക്കപ്പുറത്തില്ല. ഉമ്മർ. ഓക്കെ. ഇനിയിപ്പോ ഈ ഉമ്മർ നീ നന്നായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2 കൂടി കേട്ടാ കൊള്ളാന്നുണ്ട്. ഒരു വെറൈറ്റി.
പ്രിയമുള്ളവരെ, ഈ ഉമ്മർ തന്നെ ഒരു ഗുഹയിലൂടെ പോകുന്നു. എങ്ങനെയെങ്കിലും കയറ്റി ഒരു സിനിമയിൽ വിടാന്ന് വെച്ചാൽ സമ്മതിക്കൂല. എന്ത് പറഞ്ഞാലും ഒരു ഗുഹ അല്ലെങ്കിൽ പോലും. സോറി സർ, ഞാൻ വിട്ടുപോയതാണ്. ഒരു അടി കിട്ടിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. എടാ വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഒരെണ്ണം കൂടി എടുത്താൽ മതി. ഒരെണ്ണം പിടിച്ചോ, ഞാനത് മറന്നു കിടക്കായിരുന്നു. വെറൈറ്റി ഗുഹയൊന്നുമല്ല, ഗുഹ ആയിരിക്കരുത്. വേറെ എന്തെങ്കിലും സംഭവം, ഇത് വിട്ട് വേറെ എന്തെങ്കിലും സംഭവം. പ്രിയമുള്ളവരെ, ഈ ഉമ്മർ തന്നെ ഇരുമ്പ് പാലത്തിലൂടെ ഇനിയിപ്പോ പുതുമുഖത്തിനെ വേറെ അന്വേഷിച്ചിട്ടേ മതിയാവുള്ളൂ. എന്റെ ഈശ്വരേ, ഇനി എടുക്കാൻ പറ്റണ നീ എടുക്കാൻ പറ്റല്ല. ഒരാള് പുറത്തു ഇന്റർവ്യൂവിന് മോഹൻലാൽ തന്നെ. എന്റെ മോഹൻലാൽ നോക്കിയ മോഹൻലാൽ, സൈഡിൽ നോക്കിയ മോഹൻലാൽ, പുറകിൽ നോക്കിയ ഞാൻ നോക്കിയില്ല, അതിനോട് സമയം കിട്ടിയില്ല. നീ പോയി നോക്കിയിട്ട് വേഗം കടത്തി. ഞാൻ പ്രൊഡ്യൂസർ സാറേ, ഞാനാണ് നമ്മുടെ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂ വെച്ചത്. മോഹൻലാലിനെ പോലത്തെ ഒരാൾ വന്ന് ഇപ്പോഴെന്ന് പറയുന്നു. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. എന്റെ ദൈവം, നമസ്കാരം. ഇതാരാണ് ഈ ഭ്രാന്തരികർ കടത്തി വിട്ടത്? ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂവിന് വന്നതാ. എന്റെ പൊന്നെ, നീ മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ഒരു മോഹൻലാലിന്റെ എന്തെങ്കിലും ചെയ്യുമോ മോൻ? സാറിന് മോഹൻലാലിനെ കാണണം. അയ്യോ, ശബ്ദം ഓക്കെ, മോഹൻലാലിനെ കാണണം. പഴയ മോഹൻലാൽ വേണോ പുതിയ മോഹൻലാൽ? എന്റെ മോനെ, പഴയതാ പുതിയത് എന്തെങ്കിലും രൂപയാ മതി. രൂപയാ മതി. പിടിച്ചോ, എന്നാ പിടിച്ചോ. ഓക്കെ 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 ഓക്കെ. ഇവന്റെ ശബ്ദം ഒന്നും കുഴപ്പമില്ല. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് തോന്നണം. അവന്റെ മേക്കപ്പ് ഒക്കെ കണ്ടോ? ചെത്തിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം നടക്കുമ്പോൾ ചെത്തിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടക്കുള്ളിൽ ചിപ്പിവളം പുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. ഇവന്റെ മോഹൻലാലൊക്കെ അവനെന്താ പട്ടിമുള്ളാൻ പോണ പോലെ നിൽക്കണ? എന്താണ് പട്ടിമുള്ളാൻ പോലെ നിൽക്കണമല്ല, അത് മോഹൻലാലിന്റെ ഒരു ട്രേഡ് മാർക്കല്ലേ. ഇങ്ങനെ കൊടുകൈ മോനെ. മോഹൻലാലൊക്കെ, പക്ഷെ ഒരു മോഹൻലാൽ കൊണ്ട് മാത്രം നമുക്ക് സിനിമ കയറാൻ പറ്റൂല. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. അതായത് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി എനിക്കുള്ള സാധനം. എന്ത്? നീ അറിയാൻ പാടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. അപ്പൊ മിമിക്രി ആയിട്ട് എന്തെങ്കിലും വല്ലതും അറിയാം? വെറൈറ്റി ആയിരിക്കണം. ഞാൻ ഈ സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ അന്വേഷിച്ചു. സിനിമാ നടന്മാരുടെ ശബ്ദം വെറൈറ്റി. നീ പോകണമെങ്കിൽ എന്താണ് ഇവിടെ സിനിമാ നടന്മാരുടെ ശബ്ദം കൊച്ചു കുട്ടികൾ വരെ ഇവിടെ എടുക്കും. വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്? സിനിമയിൽ പാട്ട് പാടുന്ന പിന്നണി കേൾക്കുന്ന ശബ്ദത്തിൽ. മോനെ, അതൊക്കെ കുറെ പേര് എടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് വേണ്ടത് വെറൈറ്റി ആണ്. വെറൈറ്റി അത് വെറൈറ്റി ഉണ്ടല്ലോ. അതായത് ഈ പിന്നണിക്കാരുടെ ശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലേക്ക് ഒരു മോർഫിംഗ്. അത് വെറൈറ്റി. പിന്നണിക്കാരുടെ ശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലേക്ക് ഒരു മോർഫിംഗ്. അത് കുഴപ്പമില്ല. അസ്പൽ. പുതുമുഖ ഗായന്റെ പേരാ പറഞ്ഞ നീ? ഒന്നുകൂടി പറഞ്ഞേ. അസ്പൽ. എടാ പൊട്ട, അസ്പൽ അല്ല, അൽപസ്. അഫ്സൽ. അഫ്സൽ. എല്ലാവരും കൂടി തെറ്റിച്ചറിഞ്ഞല്ല. ഓക്കെ, അഫ്സലിന്റെ ശബ്ദത്തിൽ നീ ഏത് ശബ്ദത്തിലേക്ക് പോകും? കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദത്തിലേക്ക് ഒരു ഐസ്ക്രീം മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ. ഓക്കെ, അഫ്സലിന്റെ ശബ്ദത്തിൽ നിന്ന് ഐസ്ക്രീം മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കേക്കാം. ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെല്ലനിലാവെ കളി പറയാതെ കരിവണ്ടെ കൊതിമൂടാതെ മധുവിതിരാവിലെല്ലാം പണ്ട് പതിവാണല്ലേ കണ്ണിനകൾ കടുക് വറുക്കണ സുഖമാണല്ലോ കവിളിനകൾ ചോന്നു തുടിക്കണ പതിവാണല്ലോ ഒരു മുത്തം കൂടി പറയുവതെന്തിന് ഞാൻ ജോണി 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 സ്നേഹം തൊട്ട് തൊട്ട് തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ സൂപ്പർ ജോണി 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 സ്നേഹം തൊട്ട് തൊട്ട് തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ കുഞ്ഞാലിക്കുട്ടി വന്നില്ലടോ ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ലതിലാവി ചുംബനമേൽക്കാൻ സുഖമാണല്ലേ അനക്കെതിരായിട്ട് ഇതിനു മുമ്പും പല പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ രാജിവെക്കുക ചെയ്യാ. ഓള് വ്യക്തമായിട്ട് പറഞ്ഞു ഓള് കഴിച്ചത് ജോയ് ഐസ്ക്രീം ആണെന്ന്. അപ്പോ തെറ്റുകാരൻ ജോയ് അല്ലേ? ഓൺ ചെയ്ത തെറ്റിന് അന്റെ മേത്തോട്ട കയറാ. സൂപ്പർ സൂപ്പർ. ഇനി വല്ല വെറൈറ്റി ഉണ്ടോ? ഇനി വെറൈറ്റി ഇനി പറഞ്ഞില്ലേ ഈ വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നിന്നും
ഉമ്മൻചാണ്ടിയുടെ ശബ്ദത്തിലേക്ക്. വിനീത് ശ്രീനിവാസത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ശബ്ദത്തിലേക്ക് മോർഫിംഗിലേക്ക് പോകാൻ വരട്ടെ. വിനീത് ശ്രീനിവാസനല്ലേ? വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിലേക്ക് ശബ്ദം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ ഇപ്പം നായകൻ വരുന്നു. നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഷൂട്ട് ചെയ്യാം. വിനീത് ശ്രീനിവാസൻ അങ്ങോട്ട് നടക്കുന്നു. നമ്മളിത് ക്യാമറ ഇങ്ങനെ പുറകെ ഒരാളെ ട്രാക്ക് ആൻഡ് ട്രോൾ ഇടുന്നു. മുകളിലൂടെ ഇങ്ങനെ ക്യാമറ വരുമ്പോൾ വിനീത് ശ്രീനിവാസൻ നടന്ന് ഒരു ഗുഹയുടെ അകത്തേക്ക് പോകും. വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി. ഓക്കെ കേക്കട്ടെ. ഓക്കെ കൊല്ലിഞ്ഞാൻ ഇല്ല. ഹൃദയവും ഹൃദയവും ഉണരു നീ നിമിഷമായി പതിവായാരോ മൂടുന്നില്ലേ ചെവിയിലായി മതിയെന്നാരോ ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും കൊതിക്കുന്നു വീണ്ടും വീണ്ടും കടക്കണ്ണിനാരോ സൂര്യനാരണത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതിവേഗം ബഹുദൂരം എന്ന പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാ നടക്കില്ല. വിനീത് ശ്രീനിവാസനൊക്കെ ഉമ്മൻചാണ്ടിയൊക്കെ ഇനി വല്ല വെറൈറ്റി ഉണ്ടോ? ഇന്നുണ്ട് വെറൈറ്റി. ഇനി അനിൽ പനച്ചൂരാന്റെ ശബ്ദത്തിൽ നിന്നും നമ്മുടെ മുരളീധരന്റെ ശബ്ദം, അതിൽ നിന്ന് ലീഡർ സാറിന്റെ ശബ്ദം. മൂന്ന് പേര് അനിൽ പനച്ചൂരാൻ, മുരളീധരൻ, നമ്മുടെ കർണാടൻ സാറ്. ഓക്കെ ഓക്കെ കേക്കട്ടെ. ഓക്കെ മൂന്ന് പേര്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായി 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അതെ, ഞാനും എൻ്റെ അച്ഛനും കൂടി ചോര നീരാക്കി ഉണ്ടാക്കിയ പാർട്ടിയാണ് DIC. DIC എന്ന് പറഞ്ഞാൽ അറിയാലോ, കോൺഗ്രസ്സുകാരുടെ നിരന്തരമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഡിസ്റ്റർബ് ഇൻ കോൺഗ്രസ്, DIC. എന്നിട്ടിപ്പോ അച്ഛൻ തിരിച്ചു കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. നാണവും മാനവുമുള്ള ആളുകൾക്ക് പറഞ്ഞ പണിയാണോ അച്ഛൻ ഈ കാണിക്കുന്നത്? അച്ഛന്റെ ഈ നടപടിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് തീ പാറുന്ന കണ്ണുകളോടുകൂടി അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? അച്ഛൻ പോയാൽ ഞാനും വരും. പക്ഷെ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ? നാളെ എന്നതില്ല, നമ്മൾ ഇന്നു തന്നെ നേടണം. പാൽവഴിയിലൂടെ അമര റാലികൾ നടത്തണം. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. സൂപ്പർ യു ആർ സെലക്ടഡ്. മോനെ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കാൻ ഞാനാണ് ഇതിന്റെ ഡയറക്ടർ. നിനക്ക് നല്ല പേയ്മെന്റ്, നീ അടുത്ത സൂപ്പർ സ്റ്റാർ ആണ്. പിന്നെ ഒരു പാലൂട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ? പാലൂട്ടണ ഞാൻ പറഞ്ഞു തരാം മോനെ. ഇപ്പൊ ഈ മലയാളം മിമിക്രിക്കാരുടെ പുറകെയാണ് നമ്മുടെ നായികമാരല്ലേ. ഇപ്പൊ ജയറാമാരെ കെട്ടിയത്, പാർവതി, നമ്മുടെ ദിലീപാരെ കെട്ടിയത് 5 പേര്. എന്താ കാര്യം? മിമിക്രി അറിയാവുന്നവരോട് ഈ നായികമാർക്കൊക്കെ ഒരു അട്രാക്ഷൻ. അപ്പൊ 2 നമ്പർ മിമിക്രി ഒന്ന് പഠിപ്പിച്ചു. ഞാൻ മിമിക്രി പഠിപ്പിച്ചു തരാം. അത് ശരി. എന്താ പഠിക്കണ്ട? എന്താണ് പഠിക്കുന്നത് വെച്ചാൽ, മോഹൻലാൽ എനിക്കറിയാം. ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന മോഹൻലാൽ, അത് ഞാൻ പഠിപ്പിക്കണ്ട. പിന്നെ മമ്മൂട്ടി ഒരു ഷൂ ഇട്ട് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി ഷൂരി കഴിഞ്ഞ് അല്ലേ, അതൊന്നും വേണ്ട. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള സത്യമാഷ്ടൊന്നും പഠിപ്പിച്ചു തരണം. സത്യമാഷ് എന്റെ പൊന്നു സാറേ, ഒരു പണിയില്ലാണ്ട് ഞാൻ വീട്ടിലിരുന്നപ്പോ പഠിച്ചാണ് സത്യമാഷിനെ. ഒരു പണിയിലാണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാണ് സത്യമാഷ്. അതായത് ഞാൻ വീട്ടിൽ ഒരു പണിയിലാണ്ട് ഇരുന്നപ്പോ ചൂണ്ടിടാൻ പോയി. ചൂണ്ടിടാൻ പോയപ്പോ കറക്റ്റ് സത്യമാഷിന്റെ ആക്ഷൻ ആയി. ചൂണ്ടിടാൻ ഞാനും പോയിട്ടുണ്ടല്ലോ. ആയില്ലേ? കറക്റ്റ്. അതായത് നമ്മൾ ചൂണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ഇടടോ ചുമ്മാ നിൽക്കാതെ. ഓക്കെ, ഇര കൊളത്തണം. ഇര കുറക്കണോ? ഞാഞ്ഞോള്. അയ്യേ, കണ്ട അപ്പൊ തന്നെ മുഖം വന്നണ്ട. അയ്യേ, ഇനി ചൂണ്ടിട്ടു. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഈ കൈ തളരും. അപ്പൊ നമ്മൾ എളിക്ക് ഇങ്ങനെ വെക്കും. കണ്ട, കറക്റ്റ് ആക്ഷൻ ആയി. ഈ മീൻ ചൂണ്ടയുടെ അറ്റത്ത് പിടിക്കുമ്പോ ഇതെങ്ങനെ ആക്കും. പിന്നെ വലിയ വലിയ സ്രാവും തിമിങ്കിലൊക്കെ പിടിക്കുമ്പോ അമ്മേ അമ്മേ അമ്മേ
ശബ്ദം വരെ വരും. ചൂണ്ടിട്ട് പഠിച്ചാൽ സത്യം. ഓക്കെ, എനിക്ക് സുരേഷ് ഗോപി ഒന്ന് പഠിപ്പിക്കാം. സുരേഷ് ഗോപി ഞാനൊരു കൊച്ചിക്കാരനായതുകൊണ്ട് പഠിച്ചു പോയതാണ് സുരേഷ് ഗോപി. സാറേ, കൊച്ചി പഠിക്കുന്ന കൊച്ചിയിലിരിക്കുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും കറക്റ്റ് സുരേഷ് ഗോപിയുടെ ആക്ഷൻ കിട്ടും. എങ്ങനെ? അതായത് അവിടെ കംപ്ലീറ്റ് മാലിന്യമല്ലേ, ഈ മാലിന്യം റോഡിൽ കിടക്കുമ്പോൾ നമ്മൾ ഇത് ചവിട്ടാതെ എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? ഈ മാലിന്യം കിടക്കുന്ന റോഡിൽ മാലിന്യം കിടക്കാൻ നേരത്തെ റോഡിൽ കൂടി എങ്ങനെ നടക്കും? കറക്റ്റ് സുരേഷ് ഗോപി ആയി പോകും. എടോ, മാലിന്യം ചവിട്ടാതെ കിടന്ന സുരേഷ് ഗോപിയുടെ നടപ്പൊക്കെ, പക്ഷെ മുഖം ഓട്ടോമാറ്റിക്കലി വന്നോളും. ഈ വൃത്തികെട്ട സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ടാ മതി ഇങ്ങനെ. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ഞാൻ ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ മാലിന്യം ഇല്ല. അപ്പൊ ഞാനെങ്ങനെ പഠിക്കും? അതൊരു നിസ്സാര പണിയുള്ളൂ. അതായത് ബാംഗ്ലൂർ മാലിന്യം ഇല്ല. വീട്ടിൽ പെങ്ങന്മാരുണ്ടോ? പെങ്ങന്മാരെ ചോദിക്കുന്നത് എന്തിനാണ്? വീട്ടിൽ പെങ്ങന്മാരുണ്ടോ? പെങ്ങന്മാരെന്ന് വെച്ചാൽ ഒരു പെങ്ങള്, ഞങ്ങൾ അഞ്ചാങ്ങള്. ആ ഒരു പെങ്ങളെയും കൂടി ഞാൻ വിളിച്ചു പോയത്. അത് തന്നെ കറക്റ്റായി. അതന്നെ കറക്റ്റ്. അത് വേണ്ട, പഠിക്കണ്ട. പെങ്ങള് അത് വേണ്ട. അത് വേണ്ടായിരുന്നു. ഇനി എനിക്ക് ഈ ഇത് വേണം. ഏത്? നമ്മുടെ പഴയ നടൻ. അല്ല, പഴയ നടനല്ല, നമ്മുടെ രജനീകാന്തിനെ ഒന്ന് പഠിച്ചോളാം. ഷൂട്ടിംഗ് കിടക്കണം നമ്മുടെ. അതായത് ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്നു. ഇവിടെ ചാണം ചവിട്ടിയ കറക്റ്റ് രജനീകാന്താവും. ചാണം ചവിട്ടിയ രജനീകാന്താവും. അതായത് ഇവിടെ ചാണം കിടക്കുന്നു, ഞാൻ അവിടെ നടന്നു വരുമ്പോ ചാണൻ എന്ന് പറയണം. ഞാൻ പറയണം ചാണാണെന്ന് പറഞ്ഞാൽ മതി. കറക്റ്റ് രജനീകാന്താവും. നോക്ക്, ഞാൻ അവിടെ വരുമ്പോ ചാണൻ എന്ന് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഇവിടെ അവിടെ ചാണാൻ കിടക്കണം, ഇവൻ വരുമ്പോ നമ്മൾ ചാണാണെന്ന് പറഞ്ഞാൽ അവർ രജനീകാന്ത് എങ്ങനെ? ഓക്കെ, നടന്നു വരുമ്പോ പറയാം. ചാണാൻ 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 ചാണകം ചവിട്ടിയില്ലെങ്കിൽ രജനീകാന്ത്. ചാണകം ചവിട്ടിയില്ലെങ്കിൽ കറക്റ്റ് രജനീകാന്ത്. അതെങ്ങനെ ചവിട്ടി പോയാലോ? ചവിട്ടിപ്പോയ പ്രേം നസീർ ആയി. ചവിട്ടിപ്പോയ പ്രേം നസീർ. ചാണകം ചവിട്ടിയ പ്രേം നസീർ ആവും. ഒരു കാര്യം ചെയ്യും, ഞാൻ വരുമ്പോ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ മതി. ചാണകം ചവിട്ടി പോയെന്ന് പറയാം. ഓക്കെ. അവിടെ നടന്നു വരുമ്പോ ചാണകം ചവിട്ടി പോയെന്ന് പറയാം. ഓക്കെ. അയ്യോ, ചാണകം ചവിട്ടിപ്പോയി. അയ്യയ്യേ, അയ്യേ, കണ്ടില്ലേ, മോൻ വന്നില്ലേ? ഇനി ഈ കറക്റ്റ് പ്രേംനസിന്റെ ആക്ഷൻ പറഞ്ഞ ചാണം കളയാൻ വേണ്ടി ഒരു എത്രപ്പാടുണ്ട് നമ്മള്. എങ്ങനെയാണ് നോക്കിയോ? പുല്ലുകളൊക്കെ തേച്ച് കളയുന്നു. അതായത് ചാണകം ചവിട്ടിയില്ലെങ്കിൽ രജനീകാന്ത്, ചാണകം ചവിട്ടിപ്പോയ പ്രേം നസീർ. സിമ്പിൾ. അപ്പൊ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. കൊടുക്കുകയും പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് സ്റ്റണ്ടുമായിട്ട് ബന്ധപ്പെട്ട പടമാണ്. നമ്മുടെ പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡൂപ്പിനെ വെക്കരുതെന്ന്. മോൻ അംഗവൈകല്യമൊക്കെ സംഭവിച്ചോണ്ടിരിക്കും, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അഭിനയിക്കും. കോൺഫിഡന്റ് ആണോ? കോൺഫിഡൻസ്. നിന്റെ കയ്യും കാലൊക്കെ പോയിന്നിരിക്കും. എന്ത് പോയാലും അഭിനയിച്ചാൽ മതി. എടോ, എന്ന് നമുക്ക് ടെസ്റ്റ് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഓക്കെ, റൈറ്റ് ഷോൾഡർ ആക്ഷൻ. എന്ത് അംഗവൈകല്യം സംഭവിച്ചാലും അവൻ അഭിനയിച്ചിരിക്കും എന്നാ പറഞ്ഞത്. റൈറ്റ് ഷോൾഡർ അങ്ങ് പോയി അവന്റെ. ആരാ മോനെ ദിനേശായി പളിത്തരം ചെയ്തേ? ഇതാര് ചെയ്താലും ഇതെല്ലാം പെറുക്കി കെട്ടി ഫോളിലെത്തിക്കണം. ഫോളിൽ എന്റെ തറവാടത്. നീ പോടാ മോനെ ദിനേശ. റൈറ്റ് ലെഗ്, റൈറ്റ് ലെഗ്. ഇനി അവൻ ആരാകുന്നോ? അയ്യോ, ഒരു തെരി മുഴുവൻ കത്തിച്ചാമ്പലം പാടി എം പിയുടെ റാഫിൽ പോലീസിന്റെ കാവൽ പേര് പറഞ്ഞിരിക്കുന്ന പട്ടമേശി ബ്ലാക്ക് പൊട്ടഷൈൻ. നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. റൈറ്റ് ഷോൾഡർ പോയപ്പോ അവൻ മോഹൻലാൽ, റൈറ്റ് ലെഗ് പോയപ്പോ അവൻ മമ്മൂട്ടി. പെരട്ടടോ അവന്റെ മുഖത്ത്. ശരിക്കും വരട്ടിക്കൂടെ, ശരിക്കും വരട്ടിക്കൂടെ. എടോ അസോസിയേറ്റ്, ഇങ്ങോട്ട് വന്നേ. ഒരു കലാകാരന്റെ ഭാവരസ തന്ത്രങ്ങളൊക്കെ വരുന്നത് അവന്റെ മുഖത്ത്. അവൻ മുഖം പോയാ പോയില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ അടുത്താണ് അവന്റെ കളി. ഇനിയിപ്പോ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വേറൊരു പുതുമുഖത്തെ കണ്ടുപിടിക്കേണ്ടി വരും. അതിനെന്ത് ചെയ്യും? ഇവനിഞ്ഞൊന്നും ആവാൻ പോയില്ല. അവൻ പോയി. അപ്പൊ അതും പോയി. ഇനിയിപ്പോ അടുത്ത ആളെ വിളിച്ചേക്കാം. എടോ, അവൻ എന്തോ കാണുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ഇല്ല കഴിഞ്ഞുള്ളൂ. പക്ഷെ അവൻ ശരിയല്ല. അയ്യോ, അന്ന കിളി നീ എന്നിലെ വർണ്ണക്കന വേറി വന്നോ, അന്നി കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നോ,
അന്തിക്കടമത്തെ അമ്പിളിക്കൊമ്പിൽ കന്നിക്കുയിലായി പാറി തുള്ളിത്തിര നല്ലും തുള്ളാരക്കാറ്റിൽ മാനായി മാറി മാറി